ആദ്യമായിട്ട് ദുബായിൽ വന്നപ്പോൾ എനിക്ക് പറ്റിയ തെറ്റുകൾ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽസ് വൈസ് ആയിട്ട് പറയുന്നത്. ഇവിടെ ഞാൻ വന്നിട്ട് പറ്റിക്കപ്പെട്ട കഥയും അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജോലി അന്വേഷിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും എനിക്ക് പറ്റിപ്പോയുള്ള അബദ്ധങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് യു എയിൽ വരുമ്പോൾ 7 വർഷം മുന്നേ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഏജൻസി ത്രൂ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്കായിട്ട് ജോബ് പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു ഏജൻസി ആയിരുന്നു. അവരുടെ അണ്ടറിൽ പോയ കുറെ നേഴ്സസിന് ജോലി കിട്ടി. അത് ഒരു 2020 ആ സമയങ്ങളിലായിരുന്നു. അതപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു കോവിഡ് ടൈം ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ലോക്ക്ഡൌണും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിരവധി നേഴ്സസിന് യു എയിലും അതുപോലെ തന്നെ സൗദി കാര്യങ്ങളിലൊക്കെ ജോലിക്ക് എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഞാനും അവരിൽ പോയി പെട്ടത്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും അല്ലെങ്കിൽ കോവർക്കേഴ്സും അവരെല്ലാം അവിടെ പോയി അവർക്കൊക്കെ ജോബ് ഓഫർ പറഞ്ഞ പോലെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഏജൻസി ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പ്ലേസ്മെന്റ് ചെയ്തിരുന്ന നേഴ്സസിനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കിട്ടിയതിലും അതൊരു 100 പേരെ അവർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊരു 25 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർ 75 പേരും അവിടെ വെറുതെ ഇരുന്ന് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവരുടെ ഒരു വാക്കെന്ന് പറയുന്നത് അവര് എന്താ പറയാ, നമുക്ക് വിസയും കാര്യങ്ങളും എല്ലാം എടുത്തിരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിസയും കാര്യങ്ങളും എടുത്തിരുന്നു, അക്കോമഡേഷൻ ഫുഡ് കാര്യങ്ങളെല്ലാം ആക്കി നമുക്ക് ജോലി തരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ചെന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മൾ അതിനകത്ത് വീണുപോയി. അന്വേഷിച്ചപ്പോൾ കുറെ പേർക്ക് ജോലി പ്ലേസ്മെന്റ് കിട്ടി. പക്ഷെ നമ്മളെല്ലാം നേരെയായിട്ട് അന്വേഷിച്ചില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ പോലും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വല്ല റിക്രൂട്ട്മെന്റ് ഏജൻസികൾ എല്ലാവരും അല്ല ഞാൻ പറയുന്നതല്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ പൈസ ആദ്യം അടച്ച് നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ണും അടച്ച് അവർക്ക് കൊടുക്കരുത്. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ ഒരു കോൺട്രാക്ട് അടക്കം, അതായത് മുദ്ര പേപ്പറിൽ കോൺട്രാക്ട് അടക്കം അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത്ര മാസം, 1 മാസത്തിനുള്ളിൽ ജോലി മേടിച്ചു തരും, ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്ത പൈസ, ഞാനൊരു എമൗണ്ട് 1 ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ എമൗണ്ട് നമുക്ക് തിരിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ് മുദ്ര പേപ്പറിൽ എഴുതി ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അത്രയും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ പറഞ്ഞ സമയത്ത് എനിക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. വിസിറ്റിംഗ് വിസ എടുത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഞങ്ങൾ ദുബായിൽ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വിളിക്കാനായിട്ട് ആള് വന്നിട്ടുണ്ടായിരുന്നു. അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു ലിമിറ്റഡ് ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറെ പേര് ആ ഒരു ബിൽഡിങ്ങിൽ ഞങ്ങൾ കുറെ നേഴ്സ്, 100-ൽ കൂടുതൽ നേഴ്സസ് ജോലി ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ പോലെ തന്നെ എന്നും അവർ വന്ന് നമ്മളെ കൊണ്ടുപോകായിരുന്നു. അത് എവിടെ കൊണ്ടുപോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഹോം കെയറിലേക്കായിരുന്നു. അതുപോലെ തന്നെ കുറെ ഈ ഇന്റർവ്യൂസുകൾ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന അവർക്ക് ഇതുപോലെ എനിക്ക് തോന്നുന്നു ജോബ് ഓഫറുകൾ എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ അവിടേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ട് അവരുടെ വണ്ടിയിൽ, ഒരു വാന് പോലത്തെ വണ്ടിയിൽ വന്നിട്ട് നമ്മളെല്ലാ നേഴ്സസിനെയും കൊണ്ടുപോകുന്നു. അപ്പൊ തലേദിവസം തന്നെ നമുക്ക് മെസ്സേജ് ഇടും, ഇന്ന സ്ഥലത്ത് ഇത്ര വേക്കൻസി ഉണ്ട്, ഇന്ന വേക്കൻസിയിലേക്കാണ് വന്നിട്ടുള്ളത്, അപ്പൊ പോകാൻ വില്ലിങ് ആയിട്ടുള്ളവർ ആരൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ജോലി അന്വേഷിച്ച് പോകണം, നമ്മൾ നമ്മുടെ പേരൊക്കെ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, അവരിവിടെ വന്ന് ഇന്ന സ്ഥലത്ത് ബിൽഡിങ്ങിന്റെ ഇന്ന സ്ഥലത്ത് വന്ന് നിന്നാൽ മതി എന്ന് പറയും. അങ്ങനെ വന്നിട്ട് നമുക്ക് വാനിൽ എടുത്തിട്ട് ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇന്റർവ്യൂവിന് കൊണ്ടുപോയിട്ട് അവരവിടെ ഇരുത്തുന്നു. പിന്നെ നമ്മുടെ കയ്യിലാണ് പെർഫോമൻസ് ചെയ്യുന്നത്, നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ട് ഇതാക്കണം. പക്ഷെ ആ ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു അതെന്ന് പറയുന്നത് ഹോം കെയറിലേക്കായിരുന്നു അവർ അധികം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറെ ഈ കെയർ ഗീവർ എന്നുള്ള ഒരു കാറ്റഗറിയിലൊക്കെ ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിൽ വളരെ കുറച്ച് സാലറിയും, പിന്നെ അവിടെ നമുക്ക് അവിടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് അവിടെ തന്നെ സ്റ്റേ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ജോലി ഓഫറുകളൊക്കെ ആയിരുന്നു അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. പക്ഷെ എൻ്റർലി ഡിഫറെന്റ് ആയിട്ട് അവർ ഹോം കെയറിലേക്ക് മാത്രമായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിലും കുറെ പേർക്ക് ജോലി കിട്ടിയവരുണ്ട്. ഇപ്പോഴും ആ ഒരു ഏജൻസി ത്രൂ വന്നവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് ചിലവർക്കൊക്കെ ഓണായിട്ട് എന്ത് ചെയ്ത് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ തുടങ്ങി. എന്താ വെച്ചാൽ 1-2 മാസമായിട്ട് കിട്ടാതിരുന്നത് കൊണ്ട് അവർ തന്നെ ഓണായിട്ട് എന്ത് ചെയ്യുന്നു, അന്വേഷിച്ച് അങ്ങനെയൊക്കെ ജോലി കിട്ടിയവരും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്, അതായത് ഒരു ഏജൻസിനെ നിങ്ങൾ ഒരിക്കലും കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യരുത്. അവർ പല രീതിക്കും നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ചിലപ്പോൾ അവർ നമുക്ക് ഇവിടെ വർക്ക് ചെയ്തവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ശരി, ചിലപ്പോൾ അവരുടെ ആൾക്കാരായിരിക്കും, ചിലപ്പോൾ അവർ പ്ലേസ്മെന്റ് ചെയ്തിട്ടുണ്ടാവും 1-2 പേരെ മാത്രം. പിന്നെ എല്ലാവർക്കും തന്നെ ഇല്ല. നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ടൈറ്റ് ആണ് നേഴ്സിംഗ് ജോലി കിട്ടാനായിട്ട് യു എയില്. അപ്പോ ഇങ്ങനെ ഏജൻസികൾ പറഞ്ഞ് പിന്നെ പൈസ പറഞ്ഞ് ഏജൻസികളൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവർക്ക് പൈസ കണ്ണും അടച്ചു കൊടുക്കരുത്, നിങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ ആരെങ്കിലും ഏജൻസിയോ കാര്യങ്ങളോ നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യാം, ഞാൻ അന്വേഷിക്കാം. എൻ്റെ ഇവിടെ
അതായത് അവർ പറഞ്ഞ ജോബ് ഓഫറും കാര്യങ്ങളും ഹോസ്പിറ്റലോ ക്ലിനിക്കോ അവിടെയൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ അന്വേഷിച്ചിട്ട് അവിടെ ഒരു വേക്കൻസി ഉണ്ടോ എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ട ഒരു പേഴ്സണലായിട്ട് എനിക്ക് DM ചെയ്യാം. എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എനിക്ക് പറ്റിയ പോലത്തെ തെറ്റ് ആർക്കും പറ്റരുത്. അതുകൊണ്ട് ആർക്കും എന്ത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഞങ്ങൾ അങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെന്ന് വെച്ചാൽ ജോലി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഓണായിട്ട് ആ സമയത്ത് കോവിഡ് ആണ്, നമുക്ക് വളരെ റിസ്ക് ആണ്. പിന്നെ നമ്മുടെ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അന്വേഷിച്ചു, അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അന്വേഷിച്ച് പിടിച്ചതാക്കിയിട്ടാണ് ഗവൺമെന്റിലേക്ക് എടുത്തത്. അവിടെയും നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും എനിക്കൊരു ഏജൻസി ത്രൂ തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ വന്നാൽ പോലും നമ്മളെ പല ഏജൻസികളും കോൺടാക്ട് ചെയ്യും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്നെ പല ഏജൻസികളും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര പൈസ തന്നാൽ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി മേടിച്ചു തരാന്നുള്ളത്. അതേപോലെ ഒരു ഏജൻസി പറഞ്ഞു. അപ്പൊ ഞാൻ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. പിന്നെ അത് കംപ്ലൈന്റ് ആയി. കുറെ നഴ്സസ് കംപ്ലൈന്റ് ഏജൻസിക്ക് എതിരെ കൊടുത്തു, നാട്ടിലെ ഏജൻസിക്ക്. അങ്ങനെ അത് പോലീസ് കേസായി. നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളും അവർ അറസ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം പോയി. ഫുഡ് കിട്ടാണ്ടായി. നമുക്ക് ഒരു വരുമാനവും ഇല്ല, ഫുഡും ഇല്ല, കാര്യമില്ല. എങ്ങനെ നമ്മൾ ആ സർവൈവ് ചെയ്യാൻ പറ്റും? അങ്ങനെ ഞങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓണായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ഏജൻസി സമീപിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ജോലി മേടിച്ചു തരും, പക്ഷെ നിങ്ങൾ ക്യാഷ് കൊടുക്കണം, ഫസ്റ്റ് മന്ത് സാലറി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. വേറെ നിവർത്തിയില്ലാണ്ട് എനിക്ക് അതിനകത്ത് തലവെച്ച് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അത് ഗവൺമെന്റ് ജോലി ആയിരുന്നു. ആദ്യം വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി കിട്ടി. എന്നിട്ട് എന്താക്കി അവർക്ക് ആ പറഞ്ഞ പൈസ കൊടുക്കേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ ആ ഒരു 2-3 മാസം സ്ട്രഗിൾ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പൈസ ഇല്ല. ഉള്ള പൈസ അടക്കം നാട്ടിൽ നിന്ന് അടക്കം പൈസ ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ചെലവും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വരും. അപ്പൊ എല്ലാവരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ പൈസ ചോദിച്ചു വരുന്ന ഓൾമോസ്റ്റ് ആ ഏജൻസികളും ഫ്രോഡുകളാണ്. പിന്നെ ജോബ് അയച്ചു തരാം, 1 മാസത്തെ സാലറി കൊടുക്കുന്നൊക്കെ പറയാം. അങ്ങനെ മേടിച്ചിട്ട് എനിക്ക് ജോലി കിട്ടി. പക്ഷെ ആ ഒരു ജോലി താൽക്കാലികം മാത്രമായിരുന്നു. അതിന്റെ ഒരു കോൺട്രാക്ട് പീരീഡ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് വളരെ നിസ്സാരമായിട്ട് എന്ത് ചെയ്തു, അവർ അവിടുന്ന് നമ്മളെ ടെർമിനേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ആ കൊടുത്ത പൈസയ്ക്കോ അതിനൊന്നും ഒരു ഗ്യാരണ്ടി കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആ ആളെ വിളിച്ചിട്ട് കിട്ടിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പൊ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ജോലി മേടിച്ചു തരാം, നിങ്ങൾ ഇത്ര മന്ത് സാലറി തരണം എന്നൊക്കെ പറയും. ഓഫർ ലെറ്റർ അയച്ചു തരും. എന്നിട്ട് പറയും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനത്തെ ഒന്നും പോയി വീഴരുത്. അതൊന്നും ശാശ്വതമായിട്ടുള്ളതല്ല. വിസയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കോൺട്രാക്റ്റും ലേബർ കോൺട്രാക്റ്റും വിസ എല്ലാം എടുത്ത് തന്നിട്ടാണ് അല്ലെങ്കിൽ ഇതാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൊടുക്കാം. നമ്മൾ ഏജൻസികൾക്ക് പൈസ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഓണായിട്ട് അന്വേഷിക്കാനുള്ളൂ. പിന്നെ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ കുറെ റെക്കമെൻഡേഷനും കാര്യങ്ങളും ഉണ്ട്. അതെനിക്ക് പയ്യെ പിന്നെയാണ് എനിക്ക് അറിയാൻ തുടങ്ങിയത്. റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ് ദുബായിൽ. ഓൾമോസ്റ്റ് കുറെ പേർക്ക്, ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്തവർക്ക് പോലും ജോലി ചില ഗവൺമെന്റിലും അവിടെ ഇവിടെ എല്ലാം കിട്ടുന്നത് റെക്കമെൻഡേഷനിലാണ്. പക്ഷെ അത് നമുക്കറിയാലോ, റെക്കമെൻഡേഷൻ നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ റെക്കമെൻഡ് ചെയ്യാം. അത് അത്രയും ഹൈ ലെവലിൽ ഇരിക്കുന്നവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടും അവർക്ക് ഇടപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ഈ ഓഫറൊക്കെ ചെയ്യുന്നവരെയൊക്കെ വലയിൽ പോയി വീഴും. അങ്ങനെ ഒരിക്കലും വീഴാതിരിക്കുക. ഞാൻ അങ്ങനെയൊക്കെ പല രീതികളിലും പെട്ടിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ആരും വിടാതിരിക്കട്ടെ. ജോബ് ഓഫർ ചെയ്ത് ജോലി മേടിച്ചുതരാം, ഓഫർ ലെറ്റർ അയച്ചിട്ട് പറയും ഇതാ ഓഫർ ലെറ്റർ ആയി, ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പിന്നെ ചിലവര്, എനിക്കൊരു അനുഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓഫർ ഇത് ഇൻഡീഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗവൺമെന്റ് ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് അവരൊരു സ്ഥലത്ത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേഴ്സസിന് മാത്രമല്ല അല്ലാത്ത ആൾക്കാരെ അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ ഒരു 500 ദിർഹംസ് പേയ്മെന്റ് ചെയ്യണം, പിന്നെ നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടതാക്കി. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഓക്കെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുണ്ടാവും. അവരുടെ സെറ്റപ്പും കാര്യങ്ങളും ആൾക്കാരും മാനേജറും ഇവരും ഒക്കെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആ ഓഫീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വീണു പോകുമോ, ജെന്യൂൻ ആയിട്ടുള്ളതാന്നൊക്കെ വിശ്വസിച്ചോ. എന്നിട്ട് അവർ നമ്മുടെ CV എടുക്കും, നമ്മുടെ ക്വസ്റ്റ്യൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇന്റർവ്യൂ ഒക്കെ എടുക്കും. എന്നിട്ട് നമ്മൾ അപ്പൊ തന്നെ ആ അറ്റ് ടൈം നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 200 ദിർഹംസ്, ഒരു സ്ഥലത്ത് പോയപ്പോ 200 ദിർഹംസ്, വേറെ സ്ഥലത്ത് പോയപ്പോ 500 ദിർഹംസ് പേയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ആ സമയത്തൊന്നും നമുക്ക് അറിയില്ലല്ലോ ഇതൊക്കെ ഫ്രോഡുകളാണ്, പൈസ വാങ്ങാനാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതാക്കും. എന്നിട്ട് അവർ പറയും ഞങ്ങൾ വിത്തിൻ 1 വീക്കിന്റെ ഉള്ളിൽ നിങ്ങൾ അറിയിക്കും, നിങ്ങൾക്ക് ഇന്ന ഹോസ്പിറ്റലിലാണ് ജോലി, അവർ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കും, ഒരു ഇതും വിഷമിക്കേണ്ട ആവശ്യമില്ല, അതായത് ഒരു ഇതും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ ആൾക്കാരെ ഓൾറെഡി അവിടെ ഉണ്ട്, അപ്പൊ അവര് നമ്മൾ ജസ്റ്റ് ഒരു ഇന്റർവ്യൂ എടുക്കുള്ളൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും സെലക്ഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇന്റർവ്യൂവിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, നന്നായിട്ട് കുറച്ച് പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും ഇതാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിലൊക്കെ പോയി വീഴും. ഓക്കെ നമ്മളിങ്ങനെ ജോലി ഇല്ലാണ്ട് അന്വേഷിച്ചിരിക്കുന്നവരല്ലേ, അപ്പൊ എവിടുന്നെങ്കിലും ഒരു ഓഫർ കിട്ടുമ്പോൾ നമ്മളെ നേരത്തെ വീഴും. എന്നിട്ട് നമ്മൾ അപ്പൊ തന്നെ അവർ പറഞ്ഞ പോലെ അപ്പൊ തന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. 500 ദിർഹംസ് അങ്ങനെ കൊടുത്തിട്ട് അത് രജിസ്ട്രേഷന്റെ ഫീസാന്ന്
പറഞ്ഞിട്ട് അവർ മേടിക്കും. എന്നിട്ട് നമുക്ക് ഒരാഴ്ച 2 ആഴ്ച 1 മാസം കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊന്നും ഇല്ല. നമ്മൾ അവരെ വിളിക്കുമ്പോൾ പറയും വിളിക്കും എന്ന് പറയും. പിന്നെ കുറെ കഴിയുമ്പോൾ അവർ പറയും ഓൾറെഡി ആ ഒരു വേക്കൻസി ഫില്ലായിട്ടുണ്ട്, നിങ്ങൾ ക്വാളിഫൈഡ് അല്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ UAL എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതാക്കും. നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി പോയി പെട്ടു. പിന്നെ നമുക്ക് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുമോ? നമുക്ക് ഒരു ജോലി വേണം, അത് അന്വേഷിച്ചല്ല നമ്മൾ വന്നത്. നമ്മൾ കംപ്ലൈന്റും കാര്യങ്ങളും കൊടുത്ത് നമുക്ക് അതിനകത്ത് സമയം വേസ്റ്റ് ചെയ്യാൻ നമുക്കില്ലല്ലോ സമയം. അപ്പൊ നമ്മൾ ഒരിക്കലും പോകില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാരൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ട് നമ്മളെ പറ്റിക്കുന്നതും നമ്മൾ പറ്റിക്കപ്പെടുന്നതും കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഓഫറുകൾ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും പോയിട്ട് അവിടെ ഒന്നും പേയ്മെന്റ് കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഏത് ഹോസ്പിറ്റലാന്ന് പറയുമ്പോൾ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ റീചാർജ് ചെയ്തിട്ട് ആ ഒരു ഡയറക്റ്റ്, അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ പോയി അന്വേഷിക്കുക, ഇവിടെ ഇങ്ങനെ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുക ആ ഒരു ഹോസ്പിറ്റൽ അവർ പറയുവാണെങ്കിൽ. എന്നിട്ട് ഇതാക്കുക. അങ്ങനെ ഇങ്ങനത്തെ ആൾക്കാർക്കൊന്നും പൈസ കൊടുക്കാതിരിക്കുക. ഈ ഒരു കാര്യം. പിന്നെ 1 മാസത്തെ സാലറി കൊടുത്തിട്ട് ഓഫർ ചെയ്യുന്നത് അതൊരിക്കലും ശാശ്വതമായിട്ട് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി ആയിരിക്കില്ല. ചിലപ്പോൾ പകുതി വഴിക്കോ പകുതിയിലേക്കൊക്കെ ഇറങ്ങി പോകേണ്ടി വരും, ടെർമിനേഷൻ വരേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെ ഒരു ജോലിയേ ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ ആദ്യം തന്നെ പൈസ വാങ്ങിയിട്ട് ഇതാക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനത്തേലൊന്നും പോയി പെടാതിരിക്കുക. കുറെ പേര് എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു, ഇന്റർവ്യൂ കഴിഞ്ഞു, അപ്പൊ അവര് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തൊക്കെ തരും. പക്ഷെ ആ ഒരു ജോലി നിങ്ങൾക്ക് വിസയും കാര്യങ്ങളും 2 വർഷത്തേക്ക് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക. പറ്റിയിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫേക്ക് ആയിട്ടുള്ള ഹോം കെയറുകളെ കുറിച്ചിട്ടാണ്. അതായത് ഞാൻ കുറെ ഹോം കെയറുകളിൽ ഇന്റർവ്യൂവിന് പോയിട്ട് ഞാൻ 2-3 ഹോം കെയറുകളിൽ വർക്ക് ചെയ്തതുമാണ്. അപ്പൊ ഹോം കെയറിൽ പോകുമ്പോൾ അവർ പറയും നിങ്ങൾ നിങ്ങൾ നല്ലതാണ്, ഇതാണ് ഡ്യൂട്ടി അവേഴ്സ് ഇങ്ങനെയാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞതാക്കും. എന്നിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ അവർ പറഞ്ഞ പോലത്തെ ആയിരിക്കും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവർ പറഞ്ഞ പോലത്തെ ഡ്യൂട്ടിയോ കാര്യങ്ങളോ ഒന്നും അല്ല. അവിടെ ചെന്നിട്ട് നമുക്കൊരു ഹാൻഡ് ഓവർ കൊടുത്തിട്ട് മാറാനായിട്ട് ഒരു നേഴ്സ് വരണ്ടേ? ഇല്ല. പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ അടുത്തും കാര്യങ്ങളടുത്തും പറഞ്ഞ് നമ്മളാണ് സ്ഥിരമായിട്ട് അവിടെ ഉള്ളത്, നമ്മൾ ഫുൾ ടൈം അവിടെ ഉണ്ടാവും, വേറെ ആരുമില്ല. അതായത് ഫുൾ ടൈം അവിടെ സ്റ്റേ ചെയ്യുന്ന പോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി ഒരു പാർട്ടീഷൻ റൂമിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ താമസിക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് പിക്കപ്പ് ആനൊക്കെ 1 വീക്കൊക്കെ പിക്കപ്പും ഡ്രോപ്പും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വിടാനോ നമുക്ക് അവിടുന്ന് ഇറങ്ങി വരാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് തിരിച്ചു അവര് വരുന്നില്ല. അവരെ ഫോം വിളിച്ച് ചോദിക്കുമ്പോൾ അവർ അതായത് പ്രോപ്പർ ആയിട്ട് ആൻസർ ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അവർ പറയുന്നത് വരും എന്ന് പറയുന്നു. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിത് ഹാൻഡ് ഓവർ കൊടുത്തിട്ടല്ലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. പേഷ്യൻസ് ഇപ്പോ വെന്റിലേറ്റർ അല്ലെങ്കിൽ സിക്കായ പേഷ്യൻസ് അതൊക്കെ ആവും. റിലേറ്റീവ്സ് പറയും എവിടെ ഞങ്ങൾ ഓൾറെഡി പേയ്മെന്റ് ചെയ്തതാണ്, നേഴ്സ് വരാണ്ട് ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല, അവിടെ ആരുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആ ഒരു വീട്ടിൽ വേറെ ആരും ഉണ്ടാവുക പോലും ഇല്ല. അവരൊക്കെ ചിലപ്പോൾ രാത്രി കാര്യങ്ങളിലാവും വരുന്നുണ്ടാവും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് എനിക്ക് അവിടുന്ന് ഇറങ്ങി വരാണ്ട് എനിക്ക് അവിടെ സ്റ്റേ ചെയ്യേണ്ട അങ്ങനത്തെ ഹോം കെയറുകളും ഉണ്ട്. പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നും അല്ലാത്തത്. പിന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ആ ഹോം കെയറിൽ തിരിച്ചു പോയിട്ടില്ലായിരുന്നു. എന്റെ വിസ കാര്യങ്ങൾ അവർ പ്രോസസ് ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? പ്രോപ്പർ ആയിട്ട് ലേബറിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് വിസ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഊരി വരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിട്ടോ. അപ്പോ അങ്ങനത്തെ ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പറഞ്ഞ പോലത്തെ ഹോം കെയറുകളല്ല, പിന്നെ പറഞ്ഞ പോലത്തെ ജോലിയല്ല. ഇപ്പൊ അവര് പറയുന്നത് വീട്ടിൽ പോയി ഒരു പേഷ്യന്റ് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ അല്ല. റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസിനൊന്നും തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഡയാലിസിസ് പേഷ്യൻസിനെയൊക്കെ തന്ന് ഡയാലിസിസ് ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ വീടുകളിലൊക്കെ പോയിട്ട് എനിക്ക് കുറെ തെറികളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു അൺലൈസൻസ്ഡ് ആയിട്ടല്ലാത്തത് കാര്യങ്ങൾ അങ്ങനത്തെ കുറെ ഉണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡോക്യുമെന്റ്സും അതായത് അവരുടെ ഓഫർ ലെറ്ററും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലേബറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തത്. ഒരു ഹോം കെയറിനെതിരെ സാലറി പേയ്മെന്റ് കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്നൊരു ഇതിൽ അവർ ടെർമിനേഷൻ നോട്ടീസും കാര്യങ്ങളും അയച്ചു സാലറി ഒന്നും പേയ്മെന്റ് ചെയ്യാണ്ട് അങ്ങനെ കംപ്ലൈന്റ് കാര്യങ്ങളായി പോയി. അതിന് എനിക്കൊരു സൊല്യൂഷനും കിട്ടി. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഹോം കെയറിലേക്ക് വീണ്ടും കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ബ്ലഡ് കളക്ഷൻസ്, IVs, അതുപോലെ തന്നെ നമ്മുടെ ഇത്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീണ്ടും എനിക്ക് കമന്റ് ചെയ്താൽ മതി. ഞാൻ പ്രത്യേകം ഹോം കെയറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഓരോ ഹോം കെയറിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ പറ്റിക്കൽസ് കാര്യങ്ങൾ, ഏജൻസികൾ, റിക്രൂട്ട്മെന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഷെയർ ചെയ്യുന്നത്. ആരും ഇതുപോലത്തെ ഇതിലൊന്നും പോയി പെടരുത്. എപ്പോഴും ഒരു ജോലി ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ റിവ്യൂസ് നോക്കുക. അതിന്റെ ലൈസൻസ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, അത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓഫർ ജെന്യൂൻ അല്ലേ എന്നുള്ളത് വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ
പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യുക. ആർക്കും കണ്ണടച്ച് പൈസ ചോദിക്കുന്നവർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ പാസ്പോർട്ട് കാര്യങ്ങൾ, നമ്മുടെ ഡോക്യുമെന്റ്സ് എവിടെ നമുക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, എവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് മേടിക്കുന്നവരൊക്കെ ഫ്രോഡുകളാണ്. നമ്മളെ വെച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോന്നും നമ്മുടെ നിന്ന് വാങ്ങി വെക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ഹോം കെയറും പ്രോപ്പർ ആയിട്ടല്ല പോകുന്നത്. ആസ് പെർ ദ UAE റൂൾ അനുസരിച്ചിട്ടായിരിക്കില്ല അത് പോകുന്നുണ്ടായിരിക്കുക. ഫുള്ള് ഇറഗുലർ ആയിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ചാടി പോവാതിരിക്കാനാണ് നമ്മൾ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാവരും വാങ്ങി വെക്കുന്നത്. വൺസ് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അവരുടെ കയ്യിൽ ഇരിക്കുമല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലേബറിൽ ചൂസ് ചെയ്യുക, ലേബറിൽ വിളിക്കുക, സജഷൻ എടുക്കുക, കംപ്ലൈന്റ് കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങുക, കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട്, ലേബറിൽ ഓൾറെഡി നമുക്ക് അഡ്വൈസും കാര്യങ്ങളൊക്കെ തരും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറ്റിയ അബദ്ധങ്ങളും എനിക്ക് ഈ ദുബായിൽ വന്നിട്ടുണ്ടായിരുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ. ഇത് ഇങ്ങനെ നീണ്ട് കുറെ കഥകൾ എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. എപ്പോഴും ഒരു ജോലി അന്വേഷിച്ച് പോകുമ്പോൾ കറക്റ്റ് പ്രോപ്പർ എല്ലാം അന്വേഷിച്ച് പിടിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പെട്ടെന്ന് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ പറയുന്ന രീതിയിലൊന്നും നിങ്ങൾ ഇതാക്കരുത്. ആർക്കും ഒന്നും സർട്ടിഫിക്കറ്റോ ഡോക്യുമെന്റ്സോ ഒന്നും കൊണ്ട് സബ്മിറ്റ് ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പൊ ഇത്ര ഉള്ളൂ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഴ്സിംഗ് റിലേറ്റഡ് ഡൗട്ടോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും എനിക്ക് നിങ്ങൾക്ക് DM ചെയ്യാം. എന്ത് ഡൗട്ട് നഴ്സിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.